ആത്മമിത്രം ആത്മമിത്രം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. ഇന്നത്തെ ധ്യാനചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന സങ്കീർത്തനങ്ങൾ 34:5. അവങ്കലേക്ക് നോക്കിയർ പ്രകാശിതരായി, അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല. നാം വായിച്ച ഈ വേദഭാഗം നമുക്ക് വളരെ സുപരിചിതവും അതുപോലെ ചെറുപ്രായം മുതൽ നാം മെമ്മറൈസ് ചെയ്യുന്ന ഒരു വാക്യമാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജിച്ചു പോയതുമില്ല. പ്രിയപ്പെട്ടവരെ, ആരുടെ മുഖമാണ് പ്രകാശിതരാകുന്നതും ആരാണ് ലജിക്കാത്തതും ലജിച്ചു പോകാത്തതും? നമുക്ക് 34 സങ്കീർത്തനം 1 വാക്യം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കും, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. നമുക്കറിയാം, എല്ലാ കാലത്തും. അത് സന്തോഷത്തിൻ്റെ കാലമുണ്ട്, ദുഃഖത്തിൻ്റെ കാലമുണ്ട്, പ്രതിസന്ധിയുടെ കാലമുണ്ട്. നാം ജീവിതത്തിൽ ആഗ്രഹിക്കുകയും ആഗ്രഹിക്കാത്തതുമായ കാലങ്ങളുണ്ടാവാം. സങ്കീർത്തനക്കാരനോട് പറയും, ഞാൻ യഹോവയെ എല്ലാ കാലം, ആ കാലത്തെല്ലാം ഞാൻ യഹോവയെ വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. അങ്ങനെയുള്ളവർ ആ യഹോവയിലേക്ക് നോക്കിയാൽ അവരുടെ മുഖം പ്രകാശിതരാകും, അതുപോലെ അവർ ലജിച്ച് പോകുകയുമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ ഏതൊരു സമയത്തും യഹോവയെ വാഴ്ത്തുന്നവരും സ്തുതിക്കുന്നവരുമായിരിക്കണം. അങ്ങനെയുള്ളവർ ദൈവമുഖത്തേക്ക് നോക്കിയാൽ അവർ പ്രകാശിതരാകും, അവരുടെ മുഖം ലജിച്ചു പോകത്തില്ല, ആരുടെ മുമ്പിലും തല കുനിക്കേണ്ടി വരത്തില്ല. നമുക്കറിയാം, നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഒരു സ്വർണ്ണബിംബത്തെ ആരാധിക്കണമെന്നും രാജാവ് കൽപ്പനയിട്ട്. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ അല്ലാതെ വേറെ ആരെയും നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ഇല്ല. അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു. അവരുടെ ജീവിതത്തിൽ അതൊരു കാലമായി. നമ്മൾ വായിച്ചോ, ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും. അവർക്ക് ആ സമയം ഒരു പ്രതിസന്ധി നിറഞ്ഞൊരു സമയമായിരുന്നു. പക്ഷെ അവർ പറഞ്ഞു, ഞങ്ങൾ ജീവനുള്ള ദൈവത്തെ അല്ലാതെ മറ്റാരെയും നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യില്ല എന്ന്. പക്ഷേ രാജാവിൻ്റെ കൽപ്പനയാണ്. അത് ലംഘിച്ചാൽ അതിനുള്ള ശിക്ഷ എന്താണോ രാജാവ് കൽപ്പിച്ചാൽ അത് അവർക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഈ 3 സഹോദരന്മാർക്കും ആ രാജാവ് കൽപ്പിച്ച ആ ശിക്ഷ അവർക്ക് നേരെ വന്നു. അവരെ തീച്ചൂളയിൽ ഇടുവാനായിട്ട് രാജാവ് കൽപ്പിച്ചു. എന്നുമുള്ളതിലും പിന്നെയും തീച്ചൂളയുടെ ശക്തി വർദ്ധിപ്പിച്ച് അവരെ കൈകാലുകൾ ബന്ധിച്ച്, എല്ലാ 3-ാം അധ്യായം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അവരുടെ 21-ാമത്തെ വാക്യം, 3:21 ദാനിയേൽ, അങ്ങനെ അവർ ആ പുരുഷന്മാരെ അവരുടെ കാൽച്ചട്ട, കുപ്പായ, മേലട മുതലായ വസ്ത്രങ്ങളോടുകൂടെ ബന്ധിച്ച് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. അങ്ങനെ അവരെ തീച്ചൂളയിൽ ഇട്ട് കളഞ്ഞു. നമുക്കറിയാം, അവർ ദൈവത്തെ മുറുകെ പിടിച്ചു. പക്ഷേ അവർക്ക് എന്ത് സംഭവിച്ചു? അവർക്കൊന്നും സംഭവിച്ചില്ല. അവരെ തീച്ചൂളയിൽ ഇടാൻ പോയ ആ പടയാളികൾ തീയുടെ ചൂടിനാൽ വെന്തുപോയി. പക്ഷേ ഇവർക്ക് യാതൊന്നും സംഭവിച്ചില്ല എന്ന് നമുക്ക് ഈ 3:25 ഉള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രാജാവ് പറയുവാണ്, നമ്മൾ 3 പേരെയല്ലേ ഇട്ടേ. 23-ാമത്തെ വാക്യം, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്നീ 3 പുരുഷന്മാരെ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചൂളയിൽ വീണു. നെബൂഖദ്നേസർ ഭ്രമിച്ച് വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, നാം 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചതിന് അവർ, സത്യം തന്നെ രാജാവേ എന്ന് രാജാവിനോട് ഉണർത്തിച്ചു. അതിന് രാജാവ്, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീയിൽ നടക്കുന്നത് കാണുന്നു. അവർക്കൊരു കേടും തട്ടിട്ടില്ല. നാലാമത്തവൻ്റെ രൂപം ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, അവർ വിശ്വാസത്തിൽ ആ മുഖത്തേക്ക് നോക്കിയതുകൊണ്ട്, ദൈവമുഖത്തേക്ക് നോക്കിയതുകൊണ്ട് അവർക്ക് ഒരു കേടും വരാതെ ആ തീയിലൂടെ നടക്കുന്നു. അതുമല്ല, 4 പേര് അവരുടെ കൂടെ,
അവർ 4 പേര്, ഒരാൾ ദൈവദൂതനും കൂടെ അവരോട് കൂടെ. പ്രിയപ്പെട്ടവരെ, ആ 3 സഹോദരന്മാരും അവർ ഉറച്ച വിശ്വാസത്തിൽ, അതുപോലെ അവർ യഹോവയിൽ നോക്കിയത് കൊണ്ട് അവരെ തീച്ചൂളയിൽ ഇട്ടെങ്കിൽ അവർക്ക് എന്താണ് കാണാൻ സാധിച്ചത്? ഒരു കേടും കൂടാതെ കെട്ടഴിഞ്ഞ് അവർ നടക്കുന്നു. ഒരു കേടും തട്ടിയിട്ടില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ മുഖം എത്രയോ അത്ഭുതമാണ്, എത്ര പ്രകാശിതമാണ്. ആ തീയിലൂടെ അവർക്ക് അത്ര പ്രകാശിതമായി നടപ്പാനായിട്ട് സാധിച്ചില്ലേ? പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം നാം ചിന്തിക്കുമ്പോൾ നാം ഒന്ന് ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിലും ഈ നാലാമനില്ലേ? ഏതൊരു പ്രതിസന്ധി, എത്ര മടങ്ങ് തീച്ചൂളയായാലും, എത്ര കടുത്തേറിയ പ്രതിസന്ധി ആയാലും ആ നാലാമൻ നമ്മോട് കൂടെയുണ്ട്. ഒരു കേടും തട്ടാതെ നമ്മളെ താങ്ങും. എത്രയോ ഭാഗ്യവാന്മാരാണ് നമ്മൾ. ഈ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഇതിനെ പോലെ നാമും പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതെ ഉറച്ചു നിൽക്കണം. ആ മുഖത്തേക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ലജ്ജിതരാകില്ല. അവർക്ക് അവിടെ ലജ്ജിതരാകും. അവർ തീയിൽ ചുട്ട് വെന്തു പോകും, ഒന്നും സംഭവിച്ചില്ല. അവർ ഒരു കേടും തട്ടാതെ ആ തീച്ചുളിലൂടെ നടന്ന് നമുക്ക് കാണാൻ സാധിച്ച്. നാലാമനായി കർത്താവ് അവരോട് കൂടെ ഉണ്ടായി. ഈ നാലാമൻ നമ്മോട് കൂടെയുണ്ട്. നമുക്ക് വളരെ പ്രത്യാശയോടെ എത്ര തീ തട്ടിയാലും ഒരു കേടും വരാതെ നമ്മളെ കാത്ത് സംരക്ഷിക്കുന്ന ആ നാലാമനെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്കും കൂടുതൽ ആ ദൈവത്തിൽ വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.